നമസ്കാരം. ഇന്നത്തെ പ്രധാന വാർത്തകളുമായി ഷാജി കടക്കൽ. സംസ്ഥാന ബജറ്റ് നാളെ. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ബജറ്റിൽ കൈ നേടുന്ന പ്രഖ്യാപനങ്ങൾക്ക് സാധ്യതയുണ്ട്. രണ്ടാം പിണറായി സർക്കാരിൻ്റെ അവസാന ബജറ്റാണ് ധനമന്ത്രി അവതരിപ്പിക്കുന്നത്. ബജറ്റിന് മുന്നോടിയായി സംസ്ഥാനത്തിൻ്റെ ധനസ്ഥിതിയെക്കുറിച്ചുള്ള സാമ്പത്തിക അവലോകന റിപ്പോർട്ട് ഇന്ന് മേശപ്പുറത്തുവയ്ക്കും. മൂന്നാം ബലാത്സംഗ കേസ് ജയിലിൽ കഴിയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ എംഎൽഎയുടെ ജാമ്യാപേക്ഷയിൽ പത്തനംതിട്ട സെഷൻസ് കോടതി ഇന്ന് വിധി പറയും. ഡിജിറ്റൽ തെളിവുകളുടെ ആധികാരികത സംബന്ധിച്ച് പ്രോസിക്യൂഷൻ സംശയം ഉന്നയിച്ചതോടെയാണ് കഴിഞ്ഞ ദിവസം വിധി പറയുന്നത് മാറ്റിവെച്ചത്. പരാതിക്കാരിയുമായി ഉഭയ സമ്മതപ്രകാരമുള്ള ബന്ധമെന്ന് സ്ഥാപിക്കാനായിരുന്നു പ്രതിഭാഗത്തിന്റെ ശ്രമം. രണ്ടാഴ്ചയിൽ അധികമായി ജയിലിൽ കഴിയുന്ന രാഹുലിൽ നിന്ന് ജില്ലാ കോടതിയിലും തിരിച്ചടി നേരിട്ടാൽ പിന്നീട് ഹൈക്കോടതി മാത്രമാണ് ആശ്രയം. അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ചുമത്തിയ ആദ്യ ബലാത്സംഗ കേസിലെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. ജസ്റ്റിസ് കൗസർ ഇടവകത്തിന്റെ ബെഞ്ചാണ് ഹർജിയിൽ ഇന്ന് വിശദമായ വാദം കേൾക്കുക. രാഹുലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ എതിർത്ത് പ്രോസിക്യൂഷൻ റിപ്പോർട്ട് നൽകിയിരുന്നു. രാഹുലിനെതിരെ അതിജീവിതയുടെ സത്യവാങ്മൂലവും കോടതിയിൽ സമർപ്പിച്ചിരുന്നു. രാഹുൽ സ്ഥിരം കുറ്റവാളിയാണെന്നും മുൻകൂർ ജാമ്യം നൽകിയാൽ കേസ് അട്ടിമറിക്കപ്പെടുമെന്നാണ് സത്യവാങ്മൂലത്തിൽ അതിജീവിത ഉന്നയിക്കുന്ന പ്രധാന വാദം. പ്രായപൂർത്തിയായ പെൺകുട്ടിയടക്കം 10ഓളം പേരെ രാഹുൽ ലൈംഗികമായി പീഡനത്തിന് ഇരകളാക്കിയിട്ടുണ്ടെന്നും അതിജീവിത സത്യവാങ്മൂലത്തിൽ ആരോപിച്ചിരുന്നു. SIT രജിസ്റ്റർ ചെയ്ത ആദ്യ കേസിലെ മുൻകൂർ ജാമ്യാപേക്ഷ നേരത്തെ തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി തള്ളിയതിനെ തുടർന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഹൈക്കോടതിയെ സമീപിച്ചത്. നയപ്രഖ്യാപന പ്രസംഗ വിവാദത്തിൽ ഗവർണറുമായി പോരിനുറച്ച സ്പീക്കറും ഗവർണറുടെ നയപ്രഖ്യാപനത്തിന് ശേഷം മുഖ്യമന്ത്രി പ്രസംഗിച്ച ദൃശ്യങ്ങൾ ആവശ്യപ്പെട്ടുള്ള ഗവർണറുടെ കത്തിന് മറുപടി നൽകില്ലെന്ന് സ്പീക്കർ AN ഷംസീർ വ്യക്തമാക്കി. സാധാരണ നിലയിൽ ഗവർണർ കത്തയക്കുമ്പോൾ സ്പീക്കർക്കാണ് ആദ്യം നൽകേണ്ടത്. എന്നാൽ മാധ്യമങ്ങൾക്ക് നൽകിയ ശേഷമാണ് തനിക്ക് കത്ത് കിട്ടിയെന്നും AN ഷംസീർ പറഞ്ഞു. അതീവ രഹസ്യ സ്വഭാവമുള്ളതാണെന്ന് കത്തിന് പുറത്ത് എഴുതിയിട്ടുള്ളത്. എന്നാൽ അത് തനിക്ക് കിട്ടുന്നതിന് മുമ്പ് തന്നെ മാധ്യമങ്ങളുടെ വാർത്ത വന്നു. കത്തിന്റെ പകർപ്പാണോ സ്പീക്കർക്ക് നൽകേണ്ടതെന്നും ആദ്യം ഗവർണറുടെ ഓഫീസ് അത് പരിശോധിക്കട്ടെ എന്നും സ്പീക്കർ AN ഷംസീർ പറഞ്ഞു. നയപ്രഖ്യാപന പ്രസംഗ വിവാദത്തിൽ പോരിനുറച്ചാണ് ഗവർണർ തന്റെയും പ്രസംഗത്തിന്റെയും അതിനുശേഷം മുഖ്യമന്ത്രി നടത്തിയ പ്രസംഗത്തിന്റെയും വീഡിയോ ദൃശ്യങ്ങൾ ആവശ്യപ്പെട്ട് സ്പീക്കർക്ക് കത്ത് നൽകി. ലോക്ഭവനാണ് കത്ത് നൽകിയത്. നയപ്രഖ്യാപന പ്രസംഗത്തിന് ശേഷം മുഖ്യമന്ത്രി പ്രസംഗിച്ചാൽ ഗവർണർക്ക് അതൃപ്തിയുണ്ട്. ഗവർണർ ചില ഭാഗങ്ങൾ വായിക്കാതെ വിട്ടതിനെ മുഖ്യമന്ത്രി സഭയിൽ വിമർശിച്ചിരുന്നു. വാസ്തവവിരുദ്ധമായ കാര്യങ്ങളാണ് വായിക്കാതെ വിട്ടതെന്നും ഇക്കാര്യം ഒഴിവാക്കുമെന്നും സർക്കാർ ഉറപ്പു നൽകിയതായും ലോക്ഭവൻ നേരത്തെ വിശദീകരിച്ചിരുന്നു. അഞ്ചാമത് ലോക കേരള സഭ ജനുവരി 29, 30, 31 തീയതികളിൽ തിരുവനന്തപുരം നടക്കുമെന്ന് സ്പീക്കർ AN ഷംസീർ അറിയിച്ചു. ജനുവരി 29 നിശാഗന്ധിയിൽ നടക്കുന്ന പൊതുയോഗത്തോടെയാകും പരിപാടികൾക്ക് തുടക്കമാകുക. ജനുവരി 30, 31 തീയതികൾ നിയമസഭയിലെ ശങ്കരനാരായണൻ തമ്പി ഹാളിൽ വെച്ച് സഭയുടെ ഔദ്യോഗിക നടപടികൾ നടക്കും. മുഖ്യമന്ത്രി പിണറായി വിജയൻ ലോക കേരള സഭയുടെ ഉദ്ഘാടനം നിർവഹിക്കും. പ്രവാസ ലോകത്തെ വിവിധ വിഷയങ്ങളിൽ ഉന്നയിച്ചുള്ള ചർച്ചകളും വികസന കാഴ്ചപ്പാടുകൾക്കും ഈ സമ്മേളനം വേദിയാകും. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പ്രവാസികളുടെ വലിയ പങ്കാളിത്തമാണ് ഇത്തവണ പ്രതീക്ഷിക്കുന്നത്. 120 രാജ്യങ്ങളിൽ നിന്നും 22 ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുക്കും. കേരളത്തിൽ നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ MPമാർ മത്സരിക്കേണ്ടില്ലെന്ന് കോൺഗ്രസിൽ തീരുമാനം. നയരൂപീകരണ സമിതിയിലാണ് തീരുമാനം. സമിതിയിൽ ഭൂരിപക്ഷത്തിന്റെയും അഭിപ്രായം MPമാർ മത്സരിക്കേണ്ടില്ലെന്നാണ്. തർക്കമില്ലാതെ സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കുന്നതിനാണ് കോൺഗ്രസ് മുൻഗണന നൽകുന്നത്. ആരും സ്വയം സ്ഥാനാർത്ഥിയും പ്രഖ്യാപിക്കേണ്ടതില്ലെന്നും യോഗത്തിൽ നേതാക്കൾ വ്യക്തമാക്കി. സ്ഥാനാർത്ഥികളുടെ പേരും മാനദണ്ഡവും ഇന്ന് യോഗത്തിൽ ചർച്ചയായില്ല. വിജയസാധ്യത മാത്രമാകും തെരഞ്ഞെടുപ്പിലെ മാനദണ്ഡമെന്നും ദീപാദാസ് മുൻഷി പറഞ്ഞു. 3 സർവേ റിപ്പോർട്ടുണ്ട്, അത് കണക്കിലെടുക്കുമെന്നും സാമുദായിക സന്തുലിതാവസ്ഥ പാലിക്കും. MPമാർ മത്സരിക്കേണ്ടില്ലെന്നും പൊതു തീരുമാനം. പരസ്പര സമ്മതമില്ലാതെ ഒരു ഘടകകക്ഷികളുടെയും സീറ്റ് ഏറ്റെടുക്കേണ്ടതില്ലെന്നും തീരുമാനിച്ചു. അടുത്ത മാസം 2-നകം ഘടകകക്ഷികളുമായുള്ള ചർച്ച പൂർത്തിയാകും. സ്ഥാനാർത്ഥി നിർണയത്തിന് KPCC പ്രസിഡന്റിനെയും പ്രതിപക്ഷ നേതാവിനെയും ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് സമിതി അംഗങ്ങൾക്ക് ഇവരോട് അഭിപ്രായം അറിയിക്കാമെന്നും ദീപാദാസ് മുൻഷി പറഞ്ഞു. VS അച്യുതാനന്ദൻ ജീവിച്ചിരുന്നെങ്കിൽ പത്മ പുരസ്കാരം നിരസിക്കുമായിരുന്നുവെന്നും മരണാനന്തര ബഹുമതിയായുള്ള പത്മഭൂഷൺ പുരസ്കാരം വാങ്ങണോ എന്ന് തീരുമാനിക്കേണ്ടത് VSന്റെ കുടുംബമാണെന്നും CPM ജനറൽ സെക്രട്ടറി MA ബേബി. ധൻരാജ് ഫണ്ട് വിവാദത്തിൽ കണക്കിന്റെ കാര്യത്തിൽ പാർട്ടിക്ക് ഒരു സംശയമില്ലെന്നും കേന്ദ്ര നേതൃത്വം വിഷയത്തിൽ ഇടപെട്ടില്ലെന്നും MA ബേബി പറഞ്ഞു. V കുഞ്ഞികൃഷ്ണൻ ഉയർത്തിയ ആരോപണം കേരളത്തിലെ പാർട്ടിക്ക് കൈകാര്യം ചെയ്യാനാകും. ധനസമാഹരണം സംബന്ധിച്ച് പാർട്ടിക്കുള്ളിൽ ഒരു സംശയമില്ല. വളരെ സുതാര്യമായിട്ടാണ് കൈകാര്യം ചെയ്തത്. പ്രതിഷേധിക്കാൻ അവകാശമുണ്ടെന്നും എന്നാൽ ക്രമസമാധാന പ്രശ്നമില്ലാതെ അത് നടക്കണമെന്നും MA ബേബി പറഞ്ഞു. ധൻരാജ് ഫണ്ട് വിവാദത്തിൽ പാർട്ടി നൽകിയ വിശദീകരണം ശരിയല്ല എന്ന് കാണരുത്. കഴിഞ്ഞ കേന്ദ്ര കമ്മിറ്റിയും സംസ്ഥാന കമ്മിറ്റിയും കണക്കുകൾ കൃത്യമായി സൂക്ഷിക്കുന്ന കൃത്യമായ വ്യവസ്ഥയുണ്ട്. VS അച്യുതാനന്ദന് പത്മഭൂഷൺ നൽകിയതിൽ കേന്ദ്രത്തെ കുറ്റപ്പെടുത്തുന്നില്ല. നേരത്തെ പാർട്ടി നേതൃത്വത്തിൽ ഉണ്ടായിരുന്ന 4 പേരും അവാർഡ് വ്യക്തിപരമായി നിരസിച്ചാണ്. VS ജീവിച്ചിരുന്നുവെങ്കിൽ അദ്ദേഹം നിരസിക്കുമായിരുന്നു. ഇക്കാര്യത്തിൽ VSന്റെ കുടുംബമാണ് തീരുമാനം എടുക്കേണ്ടത്. കേരളത്തിൽ M ലീലാവതി, T പത്മനാഭൻ, ഗോപി ആശാൻ എന്നിവരെ എന്തുകൊണ്ട് പരിഗണിച്ചില്ലെന്നും ചോദ്യം കൂടി ഉണ്ടെന്നും MA ബേബി പറഞ്ഞു.
പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനും വിദ്യാഭ്യാസ മന്ത്രി വി. ശിവൻകുട്ടിയും തമ്മിൽ പരസ്യപ്പോര് വിട്ടിത്തം മാത്രം പറയുന്ന ആളാണെന്നും അണ്ടർവെയർ കാണിച്ച് നിയമസഭ തല്ലുപൊളിച്ച ആളെ ആണെന്നും പറഞ്ഞുകൊണ്ട് ശിവൻകുട്ടിക്കെതിരെ സതീശനാണ് ആദ്യം രംഗത്ത് വന്നത്. പിന്നാലെ ആഞ്ഞടിച്ച് മന്ത്രി വി. ശിവൻകുട്ടി രംഗത്തെത്തിയോടെ പോര് കടുത്തു. സതീശിന്റെ തരംതാണ പദപ്രയോഗമാണെന്നും അണികളെ ആവേശഭരിതരാക്കാൻ അച്ഛൻ്റെ പ്രായമുള്ളവരെ പോലും അദ്ദേഹം ധിക്കാരത്തോടെ അധിക്ഷേപിക്കുകയാണെന്നും ശിവൻകുട്ടി കുറ്റപ്പെടുത്തി. മുഖ്യമന്ത്രിക്കെതിരെ പോലും നിയമസഭയിൽ വളരെ മോശം വാക്കുകളാണ് പ്രതിപക്ഷ നേതാവ് ഉപയോഗിക്കുന്നത്. ഞാൻ പേടിച്ചുപോയി എന്ന് പോട് സതീശിന്റെ ഫോട്ടോയ്ക്കൊപ്പം പലയിടത്തും സ്ഥാപിച്ചുകൊണ്ട് തങ്ങളുടെ മാന്യത കൊണ്ട് തിരിച്ചു പ്രതികരിക്കാത്തതെന്നും തങ്ങൾ തിരിച്ചടിച്ചാൽ സതീശൻ പേടിക്കുക മാത്രമല്ല പേടിച്ച് മൂത്രമൊഴിച്ച് പോകുമെന്നും മന്ത്രി പരിഹസിച്ചു. അണ്ടർവെയർ കാണിച്ച് നിയമസഭയിൽ തല്ലുപൊളിച്ച ആളാണെന്ന പരാമർശത്തിനും ശിവൻകുട്ടി മറുപടി നൽകി. എന്ത് ചോദിച്ചാലും സഭയിലെ കയ്യങ്കാളിയെക്കുറിച്ച് മാത്രമാണ് സതീശന് പറയാനുള്ളതെന്നായിരുന്നു ശിവൻകുട്ടി പറഞ്ഞത്. മന്ത്രിയായതുകൊണ്ട് ആളുകളെ കൂട്ടി സെക്രട്ടറിയുടെ മുന്നിൽ പോയി മറുപടി പറയാൻ തനിക്കുള്ള പരിമിതികളുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. വിനായക് ദാമോദർ സതീശൻ തന്നെ സംഘിക്കുട്ടി എന്ന് വിളിച്ച സതീശൻ്റെ നടപടി വ്യക്തിഹത്യയാണെന്ന് ശിവൻകുട്ടി പറഞ്ഞു. താൻ RSSനെതിരെ നെഞ്ചുപിരിച്ച് പോരാടുമ്പോൾ സതീശൻ വള്ളി നിക്കറിട്ട് നടക്കുകയായിരുന്നു. ഗോൾ വാർക്കർക്ക് മുന്നിൽ നട്ടലിൽ വളച്ച ശിവൻകുട്ടിയാണ് അത് വിനായക് ദാമോദർ സതീശൻ ആണെന്നും അദ്ദേഹം തിരിച്ചടിച്ചു. RSSന് ഞാൻ സഹായം ചെയ്യുമെന്ന് പറഞ്ഞാൽ കേരളത്തിൽ ആരെങ്കിലും വിശ്വസിക്കുമെന്നും മന്ത്രി ചോദിച്ചു. കേരളത്തിലെ രാഷ്ട്രീയ അസത്യങ്ങളുടെ രാജകുമാരനാണ് സതീശനെന്നും ശിവൻകുട്ടി അഭിപ്രായപ്പെട്ടു. സോണിയാഗാന്ധിയെക്കുറിച്ച് പറഞ്ഞാണ് ഇപ്പോൾ സതീശനെ ചൊടിപ്പിച്ചത്. സോണിയാഗാന്ധി നിയമപരമായി ചോദ്യം ചെയ്യേണ്ടത് ആവശ്യമാണ്. ക്രിമിനലായ ഉണ്ണികൃഷ്ണൻ പോറ്റി എങ്ങനെയാണ് സോണിയാഗാന്ധിയുടെ കയ്യിൽ ചരട് കെട്ടിയതെന്നും സോണിയ MP ആയിരുന്ന ബെല്ലാരിൽ സ്വർണം വിറ്റുവെന്ന വാർത്ത ഞെട്ടിക്കുന്നതാണെന്നും ശിവൻകുട്ടി പറഞ്ഞു. സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് സതീശന് ഉന്നയിക്കുന്ന ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും സത്യാവസ്ഥ പുറത്തുവരണമെന്നും മന്ത്രി ആവശ്യപ്പെട്ടു. ശിവൻകുട്ടിക്കെതിരെ സതീശൻ പറഞ്ഞത് ശിവൻകുട്ടി വിഡ്ഢിത്തം പറയുന്ന ആളാണെന്ന് പ്രതിപക്ഷം തിരുവനന്തപുരത്ത് നടത്തിയ സത്യാഗ്രഹം ഉദ്ഘാടനം ചെയ്യവേ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ പറഞ്ഞത്. ഇവനൊക്കെ വിദ്യാഭ്യാസ മന്ത്രിയായിരിക്കുമ്പോൾ സ്കൂളിൽ പഠിക്കേണ്ട ഗതികേട് നമ്മുടെ കുട്ടികൾക്കുണ്ടായല്ലോ എന്നും സതീശൻ ചോദിച്ചു. അണ്ടർവെയർ കാണിച്ച് നിയമസഭ തല്ലുപൊളിച്ച ആളാണ് എന്നിട്ട് ഇപ്പോൾ വായിൽ തോന്നിയത് വിളിച്ചു പറയുന്നു. സഭയിൽ മര്യാദ പഠിപ്പിക്കുന്നു, UDFനെ ഉപദേശിക്കുന്നുവെന്നും സതീശൻ പരിഹസിച്ചു. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ കുറ്റപത്രം സമർപ്പിക്കുന്നത് വൈകും. സ്വർണ്ണപ്പാളിക്ക് പകരം ചെമ്പെന്ന് എഴുതിയ ദേവസ്വം മിനിറ്റ്സ് അടക്കമുള്ള രേഖകൾ ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയക്കാൻ ദിവസങ്ങൾ മുൻപാണ് നടപടികൾ തുടങ്ങിയത്. ഇതിനായി പത്മകുമാർ അടക്കമുള്ള പ്രതികളുടെ കൈയെഴുത്ത് സാമ്പിളുകൾ ശേഖരിച്ചു. അന്തിമ റിപ്പോർട്ട് തയ്യാറായാലും സർക്കാരിൻ്റെ പ്രോസിക്യൂഷൻ അനുമതി ലഭിച്ചാൽ മാത്രമാണ് കുറ്റപത്രം നൽകാൻ കഴിയുക. സ്വർണ്ണക്കൊള്ളയിൽ അതിവേഗ അന്വേഷണവും അറസ്റ്റുമാണ് ഇതുവരെ ഉണ്ടായി. എന്നാൽ കുറ്റപത്രം തയ്യാറാക്കൽ അന്വേഷണ സംഘത്തിന് മുന്നിൽ കടമ്പകൾ ഏറെയുണ്ട്. മൊഴികളുടെയും ചിലരേഖകളുടെയും അടിസ്ഥാനത്തിലുള്ള അറസ്റ്റിൽ ശാസ്ത്രീയ പരിശോധന ഫലം അനിവാര്യമാണ്. SIT കണ്ടെത്തിയ പ്രധാന രേഖ സ്വർണ്ണപ്പാളി എന്നതിന് പകരം ചെമ്പ് എന്നെഴുതിയ ദേവസ്വം ബോർഡ് യോഗ മിനിറ്റ്സാണ്. പക്കുമവർ കൈപ്പടയിലാണ് ഇത് എഴുതി ചേർത്തത്. ഇത്തരം കാര്യങ്ങൾ പ്രതികൾക്കായി വിചാരണ വേളയിൽ നിഷേധിക്കുക, അത് ഒഴിവാക്കാനാണ് ശാസ്ത്രീയ പരിശോധന. മാത്രമല്ല തന്ത്രിയുടെ അനുജൻ മറ്റ് പ്രതികളുടെ ഒപ്പുകൾ എല്ലാം ശാസ്ത്രീയ പരിശോധന നടത്തി ഉറപ്പാക്കണം. ഇതിനുള്ള നടപടികൾ ദിവസങ്ങൾക്ക് മുമ്പ് മാത്രമാണ് ആരംഭിച്ചത്. പാളികൾ മാറ്റിയെന്നതിലും കൂടുതൽ വ്യക്തത ഉള്ള പരിശോധന റിപ്പോർട്ടിൽ ലഭ്യമാക്കണം. അഴിമതി നിയമപ്രകാരമുള്ള കേസിൽ പ്രതികളുടെ പ്രോസിക്യൂഷൻ അനുമതി വാങ്ങിയാൽ മാത്രമാണ് കുറ്റപത്രം നൽകാനാവുക. പക്മാർ അടക്കമുള്ള ദേവസ്വം ബോർഡ് അംഗങ്ങൾക്ക് സർക്കാർ ജീവനക്കാർക്കും ബോർഡുമാണ് പ്രോസിക്യൂഷൻ അനുമതി നൽകേണ്ടത്. അന്തിമ റിപ്പോർട്ട് തയ്യാറാക്കാൻ അനുമതി നേടാനാകില്ല. ഇതിനും ദിവസങ്ങൾ വേണ്ടിവരും. ബസ്സിൽ വെച്ച് യുവാവിനെ അപമാനിക്കുകയും വീഡിയോ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുകയും ചെയ്യാൻ തുടർന്ന് യുവാവ് ആത്മഹത്യ ചെയ്ത കേസിൽ പ്രതി ഷിംജിത മുസ്തഫയുടെ ജാമ്യാപേക്ഷ കുന്ദമംഗലം ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി തള്ളി. പ്രതിക്ക് ജാമ്യം നൽകുന്ന കേസിലെ നിർണായകമായ തുടരന്വേഷണത്തെ ബാധിക്കുമെന്നും ആത്മഹത്യ പ്രേരണ ഉൾപ്പെടെയുള്ള അതീവ ഗുരുതരമായ വകുപ്പുകൾ നിലനിൽക്കുമെന്നുള്ള പ്രോസിക്യൂഷൻ വാദങ്ങൾ കോടതി പൂർണ്ണമായും അംഗീകരിച്ചു. ഒപ്പം ഇത്തരം കുറ്റകൃത്യം ചെയ്ത പ്രതിക്ക് ജാമ്യം നൽകിയ സമൂഹത്തിൽ തെറ്റായ സന്ദേശം നൽകുന്ന പ്രോസിക്യൂഷൻ വാദവും കോടതി അംഗീകരിച്ചു. നിലവിൽ 14 ദിവസത്തേക്കാണ് റിമാൻഡ് ചെയ്യപ്പെട്ട ഷിംജിത മഞ്ചേരി ജയിലിലുള്ളത്. സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ ഇനിയും വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാത്ത പ്രവാസികളായ പുതിയ വോട്ടർമാർക്ക് പേര് ചേർക്കാൻ അവസരം. SIR അന്തിമ പട്ടികയിൽ ഉൾപ്പെടുന്നതിന് പേര് ചേർക്കേണ്ട സമയം പേര് ജനുവരി 22 അവസാനിച്ചത്. ഫെബ്രുവരി 20 SIR അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുക. എന്നാൽ ജനുവരി 21 പേര് ചേർക്കാൻ കഴിയാതെ പോയവർക്ക് വീണ്ടും അവസരം ഒരുക്കിയിട്ടുണ്ടെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കി. ജനുവരി 21 അപേക്ഷ സമർപ്പിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിൻ്റെ അവസാന ദിവസം വരെയും അപേക്ഷിക്കാൻ അവസരമുണ്ടാകും. ഇവരെ സപ്ലിമെൻ്റ് ലിസ്റ്റാകും ഉൾപ്പെടുത്തുകയെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യുഖേൽക്കർ പറഞ്ഞു. ഓൺലൈനായിട്ടാണ് പേര് ചേർക്കാൻ അപേക്ഷ സമർപ്പിക്കേണ്ടത്. voters.eci.government.in എന്ന വെബ്സൈറ്റ് വഴിയും വോട്ടർ ഹെൽപ്പ് ലൈൻ മൊബൈൽ ആപ്ലിക്കേഷൻ വഴിയും അപേക്ഷ നൽകാം. വെബ്സൈറ്റിലെ ന്യൂ വോട്ടർ രജിസ്ട്രേഷൻ ഓപ്ഷൻ സെലക്ട് ചെയ്ത് ഫോം 6 പൂരിപ്പിക്കണം. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.